നമ്മൾ വീണ്ടും ഒരു പുതിയ സാമ്പത്തിക വർഷത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ആക്രോബിസ്, ആക്രോടെക്സ്, ഹൈപ്പർബിസ് തുടങ്ങിയ സോഫ്റ്റ്വെയറുകളിൽ ഇയർ ക്ലോസിംഗ് ചെയ്യുന്നത് അതിന് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ടെക്സിലായാലും ഹൈപ്പർബിസിലായാലും എല്ലാം സെയിം മെത്തേഡ് തന്നെയാണ് ഇയർ ക്ലോസിങ്ങിന് ഉപയോഗിക്കുന്നത്. ഫിനാൻഷ്യൽ ഇയർ ക്ലോസിങ്ങിന് മുന്നേ നമ്മൾ നിർബന്ധമായും ചെയ്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമതായി നമ്മൾ നോക്കേണ്ടത് ആ ഒരു ഫിനാൻഷ്യൽ ഇയറിലെ എല്ലാ വൗച്ചേഴ്സും, അതായത് പേയ്മെൻറ്റ്സ്, റെസീറ്റ്, ജേണൽ എൻട്രീസ് തുടങ്ങിയിട്ടുള്ള വൗച്ചേഴ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ആ ഒരു ഇയറിലെ ബാങ്കിൻ്റെ എൻട്രീസ്, പ്രത്യേകിച്ച് ചെക്കിൻ്റെ സ്റ്റാറ്റസ്, ചെക്ക് റീകൺസിലേഷനൊക്കെ കൃത്യമായി ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം. ഏതെങ്കിലും ചെക്കിൻ്റെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാൻ, അത് ക്ലിയർ ആണോ, ബൗൺസ്ഡ് ആണോ, അല്ലെങ്കിൽ ക്യാൻസൽഡ് ആണോ തുടങ്ങിയ കാര്യങ്ങളെ ഏതെങ്കിലും സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യണം. അത് ചെയ്യാനായിട്ട് ടാസ്കിൽ റെസീറ്റിലും പേയ്മെൻറ്റ്സിലും റീകൺസിലിയേഷൻ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അതുവഴി ചെക്കിൻ്റെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിലെ കംപ്ലീറ്റ്, അതായത് മാർച്ച് 31 വരെയുള്ള എല്ലാ പർച്ചേസ് എൻട്രിയും ഇതിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അല്ലെങ്കിൽ സ്റ്റോക്കിൽ മിസ്മാച്ച് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സെയിൽസ്, B2B ആയാലും B2C ആയാലും ക്രെഡിറ്റ് നോട്ടോ ഡെബിറ്റ് നോട്ടോ തുടങ്ങിയ ഇൻവെൻട്രി വൗച്ചേഴ്സും കൃത്യമായിട്ട് ചെക്ക് ചെയ്യണം. ഒന്നിലധികം കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന സ്ഥാപനമാണെങ്കിൽ സെർവർ ഒഴികെ ബാക്കി എല്ലാ കമ്പ്യൂട്ടറും ഷട്ട് ഡൗൺ ചെയ്തേക്കുക, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ എക്സിറ്റ് ചെയ്യുക. ഇനി നമുക്ക് ഇയർ എൻഡിങ് പ്രോസസ്സിലേക്ക് കടക്കാം. അതിനായി ആദ്യം ഫയൽ മെനുവിൽ സെറ്റപ്പ് ന്യൂ ഫിനാൻഷ്യൽ ഇയർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻ ബോക്സ് വരും. അതിൽ മലയാളത്തിലും ഇംഗ്ലീഷിലും നമുക്ക് അതിൻ്റെ സ്റ്റെപ്സ് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ടാവും. എന്തിനാണ് ഇയർ എൻഡ് ചെയ്യുന്നത്, അത് എങ്ങനെയാണ് ചെയ്യുന്നത്, അതൊന്ന് വായിച്ച് നോക്കുക. അതിനുശേഷം അത് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പം ഒരു ചെറിയ ബോക്സ് കാണാൻ സാധിക്കും. അതിൽ കറണ്ട് ഫിനാൻഷ്യൽ ഇയറും കാണാം, പുതിയ, അതായത് അപ്കമിങ് ഫിനാൻഷ്യലും കാണാം. ഇനി റൈറ്റ് സൈഡിൽ ഈ കാണുന്ന വെരിഫൈ എക്സിസ്റ്റിൽ മാത്രമേ ടിക്ക് ഉണ്ടാവാൻ പാടുള്ളൂ. വേറെ എന്തെങ്കിലും ഓപ്ഷൻ കാണിക്കുന്നെങ്കിലും അതിൽ ടിക്ക് ഉണ്ടാവാൻ പാടില്ല. ഓക്കെയിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെയിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഒരു കൺഫർമേഷന് വേണ്ടിയിട്ട് ഒരു ബോക്സ് ചോദിക്കും. അതിൽ ഓക്കെ എന്ന് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ അടിക്കുകയോ അല്ലെങ്കിൽ ഓക്കെ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയോ ചെയ്യണം. അതോടുകൂടി അതിന് താഴെ ഇവൻറ്റിനകത്ത് ആ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന നമുക്ക് കാണാൻ സാധിക്കും. ഓരോ ലൈൻ ബൈ ലൈനായിട്ട് ആ ഓരോ പ്രോസസ്സും കാണാം. ഏറ്റവും അവസാനം അത് കംപ്ലീറ്റ് ആകുമ്പോൾ ഓപ്പറേഷൻ കംപ്ലീറ്റഡ് സക്സസ്ഫുള്ളി എന്നുള്ള മെസ്സേജും നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി സോഫ്റ്റ്വെയർ ഫുള്ള് ക്ലോസ് ആവും. ഇനി നമ്മൾ പുതുതായിട്ട് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് പുതിയ ഫിനാൻഷ്യൽ ഇയറിലായിരിക്കും ഓട്ടോമാറ്റിക്കലി ലോഗിൻ ചെയ്യുന്നത്. ഇനി നമുക്ക് ലോഗിൻ ചെയ്തതിന് ശേഷം പഴയ ഫിനാൻഷ്യൽ ഇയറിലെ ഏതെങ്കിലും ഡാറ്റ കാണണമെന്നുണ്ടെങ്കിൽ ഈ ലെഫ്റ്റ് സൈഡിലെ ഫിനാൻഷ്യൽ പീരീഡ് എന്നുള്ള ഈ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പഴയ എത്ര ഇയർ ഉണ്ടോ അത് ഫുള്ള് കാണിച്ചു തരും. ഏതെങ്കിലും ഇയറിൽ നമുക്ക് കയറണമെന്നുണ്ടെങ്കിൽ അതിലൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതിയാവും. ആ ഇയറിലേക്ക് അത് ലോഗിൻ ആവും. നമുക്ക് താഴെ കാണാൻ സാധിക്കും ഏത് ഇയറിലാണ് ലോഗിൻ ആയിട്ടുള്ളതെന്ന് കാണാൻ സാധിക്കും. ഇനി തിരിച്ച് വരണമെന്നുണ്ടെങ്കിൽ ഈ നമ്മൾ ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെ ചെയ്താൽ മതി. ഫിനാൻഷ്യൽ പീരീഡ് ക്ലിക്ക് ചെയ്യുക, ദെൻ കറണ്ട് ഇയർ സെലക്ട് ചെയ്യുക. ഇനി സോഫ്റ്റ്വെയർ ഫുള്ള് ക്ലോസ് ആക്കി എടുത്തു കഴിഞ്ഞാലും നമുക്ക് കറണ്ട് ഫിനാൻഷ്യൽ ഇയറിൽ തന്നെയായിരിക്കും അത് ലോഗിൻ ആവുന്നത്. ഇനി പുതിയ ഫിനാൻഷ്യൽ ഇയറിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ആക്രോബിസ് ആണെങ്കിൽ സ്റ്റാൻഡേർഡ് റിപ്പോർട്ടിനകത്ത് സ്റ്റോക്ക് റിപ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഈ വരുന്ന വിൻഡോയിൽ റിഫ്രഷ് എന്നുള്ള ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു പ്രോഗ്രസ് കാണിക്കും. അത് കംപ്ലീറ്റ് ആകുന്നതോടുകൂടി ഓപ്പറേഷൻ കംപ്ലീറ്റഡ് എന്നുള്ള മെസ്സേജും കാണിക്കും. ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് നമ്മുടെ സ്റ്റോക്ക് റിപ്പോർട്ടോ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വൗച്ചർ സീരീസ് കോൺഫിഗറേഷനിലേക്ക് പോകാം. ഫയലിൽ ഗ്ലോബൽ സെറ്റിംഗ്സ് സെലക്ട് ചെയ്യുക. അതിൽ സെയിൽസ് എന്നുള്ള ഈ ടാബ് സെലക്ട് ചെയ്യുക. അതിൽ ലെഡ്ജർ വൗച്ചർ നമ്പറിനകത്ത് വൗച്ചർ നമ്പർ സെലക്ട് ചെയ്യുക. അവിടെ ഇൻവോയ്സ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് വൗച്ചർ നമ്പർ ആക്കണം. ശേഷം ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിലവിലുള്ള സീരീസ് കാണാൻ സാധിക്കും.
ഇനി ശ്രദ്ധിക്കാനുള്ള മറ്റൊരു കാര്യം, നമ്മുടെ ഗ്ലോബൽ സെറ്റിംഗ്സിൽ ഈ ഒരു ഓപ്ഷൻ ഇൻവോയ്സ് നമ്പറിൽ നിന്നും വൗച്ചർ നമ്പറിലേക്ക് ഇപ്പോൾ മാറിയ കസ്റ്റമർ ആണെങ്കിൽ ഒരു ചെറിയ മാറ്റം കൂടി വരുത്തണം. അതിനായി ടാസ്കിൽ, സെയിൽസിൽ, എല്ലാ വൗച്ചറിലും B2Bയിലും B2Cയിലും എല്ലാത്തിലും ചെയ്യണം. മെനുവിനകത്ത് ഡിസൈൻ ബിൽസ് എടുക്കുക. ഡിസൈൻ ബിൽസ് എടുത്തതിന് ശേഷം അതിനകത്ത് ഇൻവോയ്സ് നമ്പർ എന്നുള്ള ഒരു കോളം ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യണം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് താഴെ വാല്യൂ എന്ന കോളത്തിലും നമുക്കത് സെയിം കാണാൻ പറ്റും. ആ ഇൻവോയ്സ് നമ്പർ മാറ്റിയിട്ട് വൗച്ചർ നമ്പർ എന്നുള്ള സെലക്ട് ചെയ്ത് സേവ് ചെയ്യണം. ഇനി ഒന്നിലധികം സ്റ്റൈൽ ഉപയോഗിക്കുന്ന കസ്റ്റമർ ആണെങ്കിൽ എല്ലാ സ്റ്റൈലും മാറ്റം വരുത്തണം. ആ സ്റ്റൈൽ സെലക്ട് ചെയ്യുക, സെക്ഷൻ ഹെഡർ എടുക്കുക, ശേഷം നമുക്ക് എവിടെയാണെന്ന് കാണുന്നത് അവിടെ മാറ്റി കൊടുക്കുക, അത് സേവ് ചെയ്യണം. ആക്രോ ടെക്സോ അല്ലെങ്കിൽ ഹൈപ്പർബസോ ഉപയോഗിക്കുന്ന കസ്റ്റമർ ആണെങ്കിൽ അവിടെ വൗച്ചർ നമ്പറിന് പകരമായിട്ട് VCH നമ്പർ എന്നുള്ള ഫീൽഡാണ് സെലക്ട് ചെയ്യേണ്ടത്. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ഈ ഒറ്റ വ്യത്യാസം മാത്രമേ ആക്രോബിസും ഹൈപ്പർബിസും അല്ലെങ്കിൽ ആക്രോടെക്സോ ആയിട്ട് വ്യത്യാസമുള്ളൂ. സോ ഇത് ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമുക്ക് ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ ക്ലോസിംഗിൽ ശ്രദ്ധിക്കേണ്ടത്. ഇനി ഇതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും സംശയങ്ങളോ മറ്റോ വരികയാണെന്നുണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങൾ കസ്റ്റമർ കെയറുമായിട്ട് കോൺടാക്ട് ചെയ്യുക.